ചേട്ടാ പോസ്റ്റ് മാസ്റ്റർ അകത്തുണ്ട്. ആ ഫുൾ എമൗണ്ട് വിഡ്രോ ആണോ? അതെ സാർ. ഒരു ഡെപ്പോസിറ്റ് നല്ലതല്ലേ? വളരെ നല്ലതാണ്, പക്ഷെ ഇപ്പം ഇത്തിരി ആവശ്യമുണ്ട്. ശരി. ദാ. ചേച്ചി നാട്ടിൽ നിന്ന് വിളിച്ചിരുന്നു. മുത്തിന്റെ കല്യാണ നിശ്ചയമാണ്. ആ കൊച്ചിന്റെ പഠിത്തം കഴിഞ്ഞിട്ടൊന്നുമില്ല. ഒരു ജോലിയൊക്കെ ആയിട്ട് മതിയെന്ന് ഞാൻ പറഞ്ഞതാ. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്കൊരു ജോലിയല്ല ആവശ്യം. കല്യാണമൊക്കെ എപ്പോ ആണേലും ആകാലോ. ആ എന്തായാലും FDക്ക് പോകാനൊരു വഴിയേ. എന്തായിരുന്നു സർ? ഒരു ലേഡീസ് വാച്ച് വേണം. ഗിഫ്റ്റാണോ? ആ ആളെങ്ങനെയാണ് സർ? കെട്ടാൻ പറ്റിയ ടൈപ്പാ. വാച്ചേ. ആ ഓക്കെ. ഇത് നല്ല മോഡലാണ്. സമ്മാനം കൊടുത്തോ വാങ്ങിയോ ഒന്നും ശീലമില്ല. കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി, വാങ്ങി. തനിക്ക് ഇഷ്ടമായില്ലെങ്കിൽ മാറ്റിയെടുക്കാട്ടോ, പറയാൻ മടിക്കണ്ട. എനിക്കൊരു ഗിഫ്റ്റ് കിട്ടുന്നത് ഇത് രണ്ടാമത്തെ തവണയാണ്. ആദ്യത്തേതൊരു വാച്ചായിരുന്നു. 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങിയപ്പോൾ അച്ഛൻ വാങ്ങി തന്നതാ. അടുത്ത കാലം വരെ അതെൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എന്തെങ്കിലും ടെൻഷനോ പേടിയോ ഒക്കെ വരുമ്പോൾ അതെടുത്ത് കിട്ടും. അപ്പം അച്ഛൻ എൻ്റെ കൂടെ ഉള്ളതുപോലെ എനിക്ക് തോന്നുമായിരുന്നു. നിങ്ങളുടെ സമ്മാനം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതും ആദ്യത്തേതുപോലെ തന്നെ പ്രിയപ്പെട്ടതാണ്. സൂക്ഷിച്ചോളാം. താങ്ക് യു. താങ്ക് യു. ഇനി എന്ത് ചെയ്യും? ആ ഇത് അടിപൊളി. അടുത്തേക്ക് പോട്ടെ. അങ്ങനെ നേരെ പോട്ടെ. താഴ്ത്ത് പ്രോൺ ഡ്രോൺ മാൻ, ഡ്രോൺ. നിന്റെ അമ്മായിയുടെ മോനൊന്നല്ലല്ലോ പെരുമാറിയപ്പോ ഫീൽ ചെയ്യാൻ. നീ ഇതിൽ ശ്രദ്ധിക്ക്. മുന്നോട്ട്. ലെഫ്റ്റ് എടുക്ക്. ഇതെന്താ ഡ്രൈവിംഗ് സ്കൂൾ? ഞാൻ എച്ചെടുത്ത് വരണം. നീയേ ഫ്ലാറ്റിൽ ഡ്രോൺ പറപ്പിക്കുന്ന സംഭവം ഞാൻ പുറത്തു പറഞ്ഞാണ്ടല്ലോ. നിന്റെ സീൻ കോൺട്രി ആണല്ലോ അതവിടെ ചർച്ചയ്ക്ക് വെച്ചാണ്ടല്ലോ. നിന്റെ ലൈഫ് പോവേ. വാട്ട് മാൻ? നീ ഇതിലേക്ക് വാ. ചൈനക്കാരാ കാണുന്നില്ലല്ലോ. നീ അവിടെ ഷാഡോ അതവളാ ജനന്റെ അകത്തുകൂടി കയറ്റിവിട്. ഇത് പട്ടയം പൂച്ചയൊന്നും അല്ല, ഡ്രോൺ ആണ്, ഡ്രോൺ. എടാ എനിക്കിനി വായുമാർഗത്തിൽ അതിനകത്തേക്ക് കിടക്കാൻ പറ്റുള്ളൂ. ഈ വായു അല്ല. എന്റെ അമ്മ എന്നെ അങ്ങോട്ട് കൊല്ലും. അവന്റെ ഒരു കൊന്തുകാല്. അതോ അവരനട്ട് ആ പൊക്ക് ആ മരത്തിന്റെ മേളിലേക്ക്. മരത്തിന്റെ ബാക്കിലേക്ക് അല്ല. അകത്ത് കയറി മരപ്പൊട്ടൻ. ആരെങ്കിലും കണ്ടേനെ. ഒന്ന് സൂക്ഷിച്ചു നോക്കടാ. അതെ കൈ വരുന്നു. ഓ മിസ്സായി. വാലർച്ച്. എനിക്കിത് പറത്താൻ അറിയായിരുന്നെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ ഇട്ട് പൊറോട്ടയ്ക്ക് മാവ് കുഴക്കണ പോലെ കുഴച്ചേനെ. ഇവനെന്തിനത് ആകാശത്ത് തീർത്തേക്കണേ. എടാ മോനെ ഒന്ന് താഴ്ത്തടാ. Hey man, finally got the lady.
പൊറോട്ട എടുക്ക്, പൊറോട്ട എടുക്ക്. എന്താ പൊറോട്ട എടുക്കാനോ? പൊറോട്ട അല്ലടാ, പൊറോട്ട എടുക്കാൻ. റിവേഴ്സ്, റിവേഴ്സ്. മൈ ഡ്രോൺ. Oh my god. How dare you, daddy? എന്റെ വീടിന്റെ മേലെ കൂടെ അനുവാദമില്ലാതെ എന്ത് പറഞ്ഞാലും ഞാൻ അടിച്ച് താഴെയിടും. എയർപ്ലെയിൻ പറഞ്ഞാലോ? അടിച്ചടിയിടോ? You crazy old crap. I want my money. ഇവൻ കുഴപ്പിക്കോ? Come on. ചേട്ടത്തി കാശ് കൊടുക്കോ? 50,000 വേണേ. CBSE കുരുത്തം കിട്ടവനെ, നിനക്ക് കാശ് വേണോടാ? കള്ളത്തോക്കാട്ട് പഠിപ്പിക്കൊന്നും വേണ്ട. ഇതിലും വലിയ എന്റെ വീട്ടിലുണ്ട്. ഷൂ, അത് ഒറിജിനലാണ്. പോന്ന തള്ളച്ചവരെ വെടിവെച്ചിട്ട്. അയ്യോ, അവന്റെ ആത്മാവ്. ആത്മാവേ പോ, ആത്മാവേ പോ. എന്താണ് എടാ അതിനല്ലടാ നിന്റെയൊക്കെ അണ്ണാക്കിലേക്ക് ഞാൻ ആവശ്യത്തിന് കാശിട്ട് വന്നത്. നിനക്ക് തോന്നിയത് പുറത്ത് എന്തത്? കൈയെടുക്ക. പ്രശ്നങ്ങളൊക്കെ പുറത്ത്. ഇതിനകത്ത് കയ്യങ്ങളില്ല. കൈയെടുക്കണം. കൈവച്ച് ഞാനല്ലല്ലോ. ചെല്ലേ, കൂട്ടുകാരൻ ചെല്ലേ. അങ്ങനെ ആരെങ്കിലും പോലീസിനെ ഒന്ന് വിളി. താങ്ക്സ്. കാവൽക്കാരനല്ല സാറേ, ആ പണി ചെയ്തെന്നുള്ളൂ. ചേട്ടത്തിയ എന്താണ് ഈ സമയത്ത്? ഹലോ ചേട്ടത്തി. ആ, നീ ഒന്ന് ഇവിടം വരെ വന്നേ. എങ്ങോട്ട്? ഇങ്ങോട്ട്, അല്ലാണ്ട് പിന്നെ എങ്ങോട്ട്? അല്ല, ഈ സമയത്ത് അങ്ങനെ വരാവോ? വരാനല്ലേ നിന്നോട് പറഞ്ഞത്? ഇങ്ങോട്ട് വാടാ. ശരി ചേട്ടത്തി. ബ്രോ, ബ്രോ, നീ എന്താ അവിടെ? ഇന്ന് നിനക്ക് ആ ബിസ്ക്കറ്റ് അരിഞ്ഞ ചെക്കൻ്റെ വീടല്ലേ? ഇവിടെ വന്നേ.
ഇവിടെ വരാൻ കേറ്. ഇറങ്ങ്. ആ ഇവനെ കിട്ടിയോ? ഇതിനാ വിളിച്ചത്. വാടാ. പ്രിൻസ് ഗേറ്റും തുറന്നിട്ടാ പോയത്. അവന്റെ പുറകെ ഓടിയതാ. നീ ഇതിനെ മോളി കൊണ്ടാക്ക്. ഞാനോ? പിന്നെ ഞാനോ? കൊണ്ടാക്കടാ. വാടാ, വാടാ, വേഗം കേറ്. മായ ചേർത്തെങ്ങനും കേട്ട തീർന്ന്. ബ്രോ ബ്രോ, നിന്നല്ല, നീ കൂട്ടിക്കറി കൂട്ടിക്കറ. ഇവിടെ നിന്ന് പുറത്തിറങ്ങി എന്റെ സ്വഭാവം മാറും കേട്ടോ. എന്നാൽ ഇവിടെ ഇത് എവിടെ പോയി കാണും? ഇവനെ കാണുന്നില്ലോ. എന്താണ് മാത്തൻ ചേട്ടൻ ഇങ്ങനെ ലേറ്റ് ആവുന്നത്? ലേറ്റോ? ഞാൻ നേരത്തെ ആണല്ലോ. എന്തിനു നേരത്തെ വരുന്നത്? ലേറ്റ് ആവാതിരിക്കാൻ. അതെ, ഈ ചാവി സ്റ്റോറിന്റെ അവര് വരും. കുറച്ച് നേരത്തേക്ക് വന്നൂടെ? ഈ പ്രകൃതി നമുക്ക് വേണ്ടി ചിലത് ഒരുക്കി വെക്കും. അടി, 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 അടി. കാലം തിരശ്ശീല മാറ്റി കൺമുമ്പിൽ കൊണ്ടുവരും. ഇവന് എന്ത് പറ്റി? ഇനി കൊതുകിന്റെ പുകയിൽ കഞ്ചാവ് വല്ല ആണോ? എന്താണ് ബ്രോ, ഇപ്പൊ നമ്മളൊന്നും വേണ്ടേ? ഞാൻ ആരാണെന്ന് മനസ്സിലായില്ലേ? ഇനി നമ്മൾ കാണണ്ട. എന്നെ അന്വേഷിച്ചു വരരുത്. ചേട്ടാ, ഇവിടെ താമസിക്കുന്ന കുട്ടി പോയല്ലോ. പോയോ? എങ്ങോട്ടാ പോയിന്നോലും പറഞ്ഞോ? എന്തിനാ എന്നോട് പറയുന്നേ? ഞാൻ ആയിട്ട് ചോദിച്ചില്ല. പിന്നെ ഡിപ്പോസിറ്റ് നിങ്ങളുടെ തന്നാ മതി എന്ന് പറഞ്ഞു. വാച്ചോ മോതിരോ ഏതാണ്ടൊക്കെ വാങ്ങിച്ചിട്ട് കാശ് നിനക്ക് തരാണ്ടെന്ന്. എന്നതായാലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മറിയാമ്മ എവിടെ എത്തി എന്നെ വിളിച്ചാലേ എനിക്ക് ഈ കാര്യം പറയാനൊക്കത്തുള്ളൂ. അല്ലാതെ ഇവിടെ വന്ന് എന്റെ തോളിൽ കയറിയിട്ട് യാതൊരു കാര്യമില്ല. 10 പൈസ എന്നെ ഏൽപ്പിച്ചിട്ടില്ല. ഹലോ, നീ ആശുപത്രിയിലെത്തിയോ? ഞാൻ പെട്ടെന്ന് വരാം. എടാ, സമയം എത്രയാണെന്നറിയാവോ? നീ ഇതെവിടായിരുന്നു? എന്താണ് ഇത്ര വൈകിയേ? അതെ, ജാൻസിമോളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അവൾക്ക് നോവ് തുടങ്ങിയെന്ന്. മാതച്ചേട്ട പൊക്കോ.
സ്കാൻ ചെയ്തപ്പോൾ കൊച്ചു തിരിഞ്ഞു പറഞ്ഞ് കണ്ട കിടക്കുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ ഓപ്പറേഷൻ വേണ്ടി വരുമായിരിക്കും. കുറച്ച് കാശ് എൻ്റെ കയ്യിലുണ്ട്. പിന്നെ അയൽക്കൂട്ടത്തിൽ നിന്ന് ജില്ലക്കൂട്ടി കുറച്ച് കാശ് എടുക്കും. ആദ്യത്തെ പ്രസവം ഞങ്ങൾ പെൺകുട്ടികളുടെ അവകാശമാണല്ലോ. അത് ചേട്ടാ, ഇത് വെച്ചോ. ഓ വേണ്ടടാ. എൻ്റെ ഫോണിൻ്റെ അവസാനത്ത് 4 അക്ക അതിൻ്റെ പിൻ നമ്പർ. യവനിത് എവിടെ പോയി കിടക്കാണ്? ഇനി വരട്ടെ. വന്നല്ലോ. എന്താ സാറേ ആംബുലൻസ് ഒക്കെ ജനറേറ്റർ റൂമിന്റെ താക്കോലോടത്തോണ്ട് നീ എവിടെ തെണ്ടാൻ പോയതാടാ? എടോ അല്ല സാർ, പിന്നെ എന്തിനാ അവനൊക്കെ ശമ്പളം കൊടുക്കുന്നത്? ഞാൻ പറയട്ടെ, നിർത്ത്. നീ എങ്ങോട്ടേല്? അല്ല അവനെ വെറുതെ വിടാനാണോ? ആരും അറിഞ്ഞോണ്ട് ചെയ്യുന്നല്ലോ ഇതൊന്നും. അല്ല ഇവനെ അറിയട്ടെ. അതിനല്ലേ ഈ യൂണിഫോം കൊടുത്ത് എത്തിക്കണത്. വീട്ടാ നിങ്ങൾ ഈ ഫോണോട് വെച്ചിട്ട് ജനറേറ്റർ റൂമിന്റെ താക്കോല് വിട്ട എവിടെ പോയി കിടക്കുമായിരുന്നു? മോളമ്മ ലിഫ്റ്റിൽ കയറിയപ്പോൾ കറണ്ട് പോയി. അത് അതിനകത്ത് ബോധം കിട്ടി കിടക്കുമായിരുന്നു. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞാൻ ഏക്കല്ലോ. ആള് തീർന്നു എന്നാ തോന്നണേ. നിങ്ങളൊരു കാര്യം ചെയ്യും, 2-3 പേര് ഹോസ്പിറ്റലിലേക്ക് എൻ്റെ തെറ്റാ സാറേ. ഇനിയും ഞാൻ പോവാ സാറേ. നിനക്ക് എന്താ പറ്റിയേ? എന്തെങ്കിലും ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടോ? നമുക്ക് സോൾവ് ചെയ്യാവുന്നേ. നീ പറ. മനുഷ്യന് ഫിനാൻഷ്യൽ ഇഷ്യൂ മാത്രമാണ് സാറേ. പിന്നെ കുറച്ച് നാളായിട്ട് ഞാനൊരു സ്വപ്ന ലോകത്തായിരുന്നു. അത് സ്വപ്നമാണോ ശരിക്കുള്ളതാണോ എന്ന് അറിയാൻ പറ്റുന്നില്ല. ഞാനത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയി. തിരിച്ചു വരാൻ പറ്റുന്നില്ല. സത്യത്തില് അത്രയും നാളെ ഞാൻ ജീവിച്ചിട്ടുള്ളൂ. ഇനി അതില്ലെന്ന് ഓർക്കുമ്പോ എങ്ങും ഇരിക്കാൻ പറ്റുന്നില്ല. അതാ ഈ മനസ്സ് നിൽക്കണില്ല. ഞാനിനി ഇവിടെ എന്നാ ശരിയാവത്തില്ല സാറേ. ഞാൻ കാരണം ഒരു പാവത്തിന്റെ ജീവൻ. മോളമ്മ പേടിച്ചു പോയതാ. ഒന്നും സംഭവിക്കില്ലടാ. പിന്നെ മറ്റുള്ളവര്, അവരെ ഞാൻ പറഞ്ഞ് മനസ്സിലായിക്കൊള്ളാം. മറ്റുള്ളവരുടെ കാര്യമല്ല സാർ, നമുക്ക് നമ്മളോട് ക്ഷമിക്കാൻ പറ്റണം. അത് പറ്റുന്നില്ല. നീ ഒരു കാര്യം ചെയ്യ്, വീട്ടിൽ പോയി കുറച്ച് ദിവസം നിൽക്കുക. ഇവിടുത്തെ കാര്യമൊക്കെ ഞാൻ സെറ്റിൽ ചെയ്തോളാം. നമ്മൾ ചെല്ലുന്നത് നോക്കി ആരെങ്കിലും കാത്തിരിപ്പുണ്ടെങ്കിലേ അത് നമ്മുടെ വീടാവൂ സാർ. അല്ലെങ്കിൽ അത് വേറെ ഒരു കെട്ടിടം, കുറെ പരിചയക്കാർ ഒരുമിച്ച് താമസിക്കുന്ന ഒരു കെട്ടിടം. സോറി സാർ.
ബ്രോ 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 മോനൊരു സമ്മാനം തരാൻ വന്ന ഇവനെ മോന് ഇഷ്ടമല്ലേ? ദാ പിടിച്ചോ. ആ ചേട്ടന് ഇനി ഇവരെ വേണ്ടേ? എന്റെ ജീവനാണിവൻ. ഞാനിവിടുന്ന് പോവാ. എനിക്കിവനെ കൊണ്ടുപോകാനൊരു സ്ഥലമില്ല. ഇവനെ നന്നായിട്ട് നോക്കണം. സ്നേഹമുള്ളവനാ. ചേട്ടൻ എങ്ങോട്ട് പോവാ? എടോ താനിവിടെ ഇല്ലായിരുന്നപ്പോ ആ കൊച്ചി ഇവിടെ വന്നായിരുന്നു. ഏത് വെച്ച്? എടോ ഇവിടെ താമസിച്ചിരുന്ന ആ കുട്ടി ഇത് തന്നെ ഏൽപ്പിക്കാൻ പറഞ്ഞു.
ഈ വേഷത്തില്? ഈ വേഷം കെട്ടിച്ചത് താനല്ലേ? എന്ത്? എന്തിനായിരുന്നു? ഞാൻ എന്ത് തെറ്റാടോ തന്നോട് ചെയ്തേ? എനിക്ക് മനസ്സിലായില്ല. തനിക്ക് മനസ്സിലാവൂല. ഇത് വെറും ഒരു നേരം പോക്കായി കണ്ടാ മതിയെന്ന് തനിക്കൊരു വാക്ക് എന്നോട് പറയായിരുന്നില്ലേ? നിങ്ങൾ എന്തായി പറഞ്ഞു വരുന്നേ? താനാണെന്ന് അറിഞ്ഞിട്ടല്ലോ, തന്റെ പണവും സൗന്ദര്യവും കണ്ടിട്ടുമല്ല. ആരാണെന്നോ എന്താണെന്നോ അറിയാത്തല്ലേ ഞാൻ സ്നേഹിച്ചത്. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടേ? ഇവിടെ വന്ന് ബഹളം വെച്ച ആൾക്കാരെ അറിയിക്കാനോ ഈ കല്യാണം മുടക്കാനോ അല്ല ഞാൻ വന്നത്. പിന്നെന്തിനാ വന്നേ? തന്നെ ഒന്ന് നേരിട്ട് കാണാൻ, എല്ലാം തീർന്നെന്ന് എന്റെ മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ, എന്നിട്ട് എങ്ങോട്ടെങ്കിലും പോകാൻ. അല്ലാതെ വേറൊന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇത് വലിയ കഷ്ടമായാലും എന്തൊക്കെയാ വിളിച്ചു പറയുന്നേ? എന്താടോ, എന്താ കാര്യം? ബേബി ഹണി ഓട്സ് ഒന്നുമല്ല. ഇടയ്ക്ക് കയറി സംസാരിക്കാത്തോടെ മാറിക്കടോ. ഇത് എന്റെ ജീവിത പ്രശ്ന, മൈ ലൈഫ് മാറ്റർ. എന്താ പ്രശ്നം? അബി, എനിക്ക് അറിഞ്ഞൂടെ, അയാൾ എന്തൊക്കെയോ വിളിച്ചു പറയാണ്. ടോട്ടലി കൺഫ്യൂസ്ഡ് യാർ. അതെ, ഞാനും കൺഫ്യൂഷൻ ആയിരുന്നു യാർ. എന്താ മോളെ പ്രശ്നം? ഇതാരാ? ചേച്ചിയുടെ ഫ്ലാറ്റിലെ കേട്ടേക്കറാ. അത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂ. ഓഹോ, എന്നാ പിന്നെ ബാക്കി കൂടി ഞാൻ പറയാം. ഞാൻ പറയട്ടെ? അതെ, നമുക്ക് പിന്നീട് സംസാരിച്ച് സെറ്റിലാക്കാം. ഇപ്പൊ ഒരു ഇഷ്യൂ ആക്കണ്ട. നീ എന്തുവാണ് രഹസ്യം പറയുന്നേ? അയാൾക്ക് പറയാനുള്ളത് പറയട്ടെ. എന്താ ഭവി, എന്താ പ്രശ്നം? എന്താടി? എനിക്ക് അറിഞ്ഞൂടാ, അയാളോട് ചോദിച്ചു നോക്ക്. ഉഷയ്ക്ക് ഇയാളെ അറിയോ നേരത്തെ? ആ, എന്റെ ഫ്ലാറ്റിലെ കെയർടേക്കർ ആയിരുന്നു. അപ്പൊ ജാനകിക്കോ? അറിയാം എന്നല്ലേ പറഞ്ഞേ? അതെ, എന്താ സത്യത്തിൽ പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല, അയാൾക്കാ പ്രശ്നം. അയാളോട് ചോദിക്കേ. എന്താ പ്രശ്നം? നമ്മളാരാ? ഞാൻ ചെക്കന്റെ അമ്മാവനാ. ആ മാവ, എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. എനിക്കൊരു കാര്യം അറിയണം, അതൊരു ഞാൻ പൊക്കോളാം. എന്താ ഭവിക്ക് അറിയാനുള്ളത്? ചോദിക്ക്. 2-2.5 മാസം എന്റെ കൂടെ താമസിച്ചിട്ട് ഇനി നമ്മൾ തമ്മിൽ കാണുന്നില്ലെന്ന് പറഞ്ഞൊരു കുറിപ്പെഴുതി കല്യാണക്കുറിയും തന്നിട്ട് പോയത് എന്തിനാണെന്ന് എനിക്കറിയണം. എന്നോട് വഴക്കിട്ട് ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയത് ഇവനോട് താമസിക്കാനായിരുന്നു. ഒരു പെട്ടോളെ ചേച്ചി. അയ്യോ, ഇൻസെയിൻ. എനിക്ക് ഇയാൾ പറയുന്നത് മനസ്സിലാവുന്നില്ല. എടോ, തനിക്ക് എന്തിനു കേടാടോ? ഇപ്പഴല്ലേ കാര്യം മനസ്സിലായത്? വെറുതെ ആണോ ഇയാൾ തള്ളിക്കറി ഇങ്ങോട്ട് വന്നത്? താൻ ബാക്കി പറയടോ. നമുക്ക് കല്യാണം കഴിച്ചിട്ട് ബാക്കി പറയാം, പോരെ? പോരാ, പറച്ചില് കഴിഞ്ഞിട്ട് കല്യാണം. എന്നാൽ അമ്മാവൻ കേക്കണം. താമസിച്ചെന്ന് മാത്രമല്ല, ഒരു വീട്ടില് ഒരേ അടുക്കളയില് ഭക്ഷണം ഉണ്ടാക്കി ഒരേ പാത്രത്തിൽ കഴിച്ച് ഒരേ പായിലോ ഞാൻ വാങ്ങിച്ച എന്റെ കട്ടിലിൽ ഒരേ തലയണയിൽ തലവെച്ച് ആ തലയണയെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഞങ്ങൾ ഉറങ്ങിയിട്ടുണ്ട്. ഒരേ മനസ്സായി ജീവിച്ചിട്ട് ഇപ്പൊ പൊടി തട്ടയിൽ പോയി കഴിഞ്ഞാൽ പ്രണയം നഷ്ടപ്പെട്ട ഒരു ഹതഭാഗ്യന്റെ ക്ഷമയ്ക്കൊരു പരിധിയുണ്ട്.